നിന്റെ ഇബാദത്ത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. നോമ്പ് നോൽക്കുമ്പോൾ നീ ചിന്തിക്ക, റബ്ബേ പരലോകത്തെത്തിയാൽ ഇത് എനിക്ക് ഉപകരിക്കണം. നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വേളയിൽ അള്ളാഹുവെ എൻ്റെ തെറ്റുകൾ പുറത്തു നൽകാൻ എനിക്ക് ഇബാദത്ത് കാരണമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹ്, അവൻ നോമ്പ് തുറക്കുമ്പോൾ അവനൊരു സന്തോഷമുണ്ട്. എന്താ നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം? ഒന്ന് അൽഹംദുലില്ലാ, അള്ളാഹ് ഭക്ഷണം നൽകിയിരിക്കുന്നു, നോമ്പ് തുറക്കാൻ അവസരം റബ്ബ് എളുപ്പം നൽകിയതാണ്. ഭക്ഷണം മനുഷ്യന് വിശപ്പ് എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അൽഹംദുലില്ലാ, അള്ളാഹ് ചെയ്ത അളവാണ്, അള്ളാഹ് ചെയ്ത നന്മയാണ്. അതുപോലെ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അതൊരു സന്തോഷമാണ്. നോക്കൂ നിങ്ങൾ, ചില സ്ത്രീകൾ ചിലപ്പോൾ രാവിലെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ മഗ്‌രിബ് കൊടുക്കുക തൊട്ട് മുന്നേ ഹൈദ് ആരംഭിക്കും. റമദാനിൽ ആ നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ പ്രയാസത്തിന് ഇൻഷാ അല്ലാഹ് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട്. പക്ഷെ ആ നോമ്പ് അവർക്ക് പോയി. അള്ളാഹ് നിനക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ ഇളവ് തന്നു, നിനക്ക് പ്രയാസം ഉണ്ടായില്ല, നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, നോമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അതൊരു സന്തോഷമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവന് രണ്ടാമതൊരു സന്തോഷമുണ്ട്. അത് എങ്ങനെയിരിക്കും? അവൻ്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അവൻ സന്തോഷിക്കുന്നതാണ്. കാരണം അവൻ്റെ കുറേ തെറ്റുകൾ പൊറുക്കാൻ, അവൻ്റെ ധാരാളം നന്മകൾ രേഖപ്പെടുത്താൻ കണക്കില്ലാത്ത പ്രതിഫലം. നോക്കൂ നിങ്ങൾ, ഓരോ അമലും കണക്ക് വെച്ച് പ്രതിഫലം നൽകപ്പെടുമ്പോൾ ഇതിന് കണക്കില്ല. ഇതിന് എത്രയാണെന്ന് കണക്കില്ലാതെയാണ് പ്രതിഫലം നൽകപ്പെടുക നോമ്പിന്. അങ്ങനെ കണക്കില്ലാതെ ഒരുത്തിന് പ്രതിഫലം ഇങ്ങനെ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ മീസാനിന് മുൻപിൽ നിൽക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വിചാരണക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നോമ്പ് അവൻ ഉണ്ടാക്കുന്ന സന്തോഷം എന്തായിരിക്കും? അൽഹംദുലില്ലാ, റബ്ബേ എത്ര നോമ്പ് എടുക്കാൻ പറ്റിയല്ലോ. രണ്ടാമത്തെ സന്തോഷം, അതായത് നിനക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം നീ നോമ്പെടുത്തത്.